കയ്യിൽ തന്നെ വച്ചോ. ഇത്രയും വലിയ ഗുളിക തന്നിട്ട് അല്പം വെള്ളം പോലും തന്നില്ല. അല്പം പ്രയാസപ്പെട്ടെങ്കിലും ഞാനത് വിഴുങ്ങി. എന്തിനാ സ്ട്രക്ചർ? എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോവാൻ. അയ്യോ കർത്താവേ, ഇതിലും ഭേദം വീട്ടിൽ കിടന്ന് പലിശ ചത്താൽ മതിയായിരുന്നു. ജീവിച്ചിരിക്കുമ്പോഴേ നിനക്ക് പോസ്റ്റ്മോർട്ടം കാണാമല്ലോ ഫ്രീ ആയിട്ട്. അയ്യോ വയ്യേ അച്ഛൻ്റെ അമ്മേ, അയ്യോ അമ്മായിയമ്മേ, അയ്യോ വയ്യേ അമ്മേരമ്മേ. എന്നാ മറിയാമ്മ ഇരി. എന്നെ എന്നാ സാറിന് ഡിസ്ചാർജ് ചെയ്യുന്നേ? 4-5 ദിവസം കഴിഞ്ഞ് പറയാം. ഒന്നാം ഉടനെ തിരിച്ചു പോകാൻ. ഇത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അല്ല. 4-5 ദിവസം ഇരുന്നും കിടന്നും വിശ്രമിച്ചിട്ട് പോയാൽ മതി. ഇരിപ്പിലും കിടപ്പിലും ഇടയ്ക്ക് എപ്പോഴാ സാറിന് വിശ്രമിക്കാൻ കഴിയുന്നത്? എന്താണോ തലയിൽ? പഞ്ഞി കൊണ്ടുവരാൻ പറഞ്ഞു. എന്തിനാ ഒരു ലോഡ് പഞ്ഞി? യൂണിയൻകാരി കണ്ടാലേ നോക്ക് കൂടി വന്നു. ഹലോ പഞ്ഞി. താനെന്താണോ പഞ്ഞിക്കെട്ടുമായി മലിക്ക് പോകുന്നു? എന്തായാലും പഞ്ഞി വെച്ചോ, ആവശ്യമില്ല. അടുത്തത് ECG എടുക്കാൻ വിട്ടവൻ മെഷീൻ എടുക്കൊണ്ട് വരുന്നു. അവിടെ ECG എടുക്കാൻ കറണ്ടില്ല പോലും. നിർബന്ധം പറഞ്ഞപ്പോ താനത് എടുത്തോണ്ട് പോയി കറണ്ടുള്ളടുത്ത് പോയി ECG എടുക്കാൻ. അവര് മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുക. ഡോക്ടറെ ഇവിടെ കളിക്കാൻ തുടങ്ങിയാണ്. ഇവര് രണ്ടുപേരും കൂടി മൊബൈലിൽ കളിച്ചു തുടങ്ങിയ. ഡ്രൈവർ 2 മൊബൈൽ ഫോൺ വെച്ചാ കളിക്കുന്നത്. സർക്കാർ ആശുപത്രി ഇത് കൂടുതലാ. മോർച്ചറി 2 കൂടി തുടങ്ങണം. എല്ലാത്തിനും പണം വേണേ. മയക്കാൻ 2, മുറിക്കാൻ 3, ഒടുവിൽ 2 കഷ്ണം പഞ്ഞി, അത് ഫ്രീ. ഈശ്വരാ, ഇതെല്ലാം കണ്ടും കേട്ടും 2 വട്ടം സുനാമി വന്നു, 1 വട്ടം പ്രളയം വന്നു. എന്നിട്ടും കേരളത്തിനൊരു മാറ്റവും ഇല്ലേ? ജോലി മരിച്ചു. നാളെ ഹർത്താൽ. അതെപ്പോഴാ? ഡോക്ടർ ഇയാളെ രോഗി മരിക്കുമോ? ഡോക്ടറുടെ ഫോണിൽ കുത്തി കളിച്ചിരുന്നോ? വയറ്റിനുള്ള മുഴയാണെന്നാണ് പറഞ്ഞത്. 6 മാസം ചികിത്സ നടത്തിയത് ഈ തങ്കരാജൻ ഡോക്ടറാ. അപ്പോ വയറ്റിൽ മുഴ. അപ്പോഴും മൊബൈൽ ഫോൺ മലയാളി കൈവശം.